എമ്പുരാൻ ചിത്രത്തിന്റെ വിതരണക്കാരായ ഗോകുലം മൂവീസ് ഉടമ ഗോകുലം ഗോപാലിന്റെ സ്ഥാപനങ്ങളിൽ ഇഡി റെയ്ഡ് നടത്തിയതിന് പിന്നാലെ ചിത്രത്തിന്റെ സംവിധായകനായ പൃഥ്വിരാജിന് ആദായനികുതി വകുപ്പിന്റെ നോട്ടീസ്. മുൻ ചിത്രങ്ങളുടെ പേരിലാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സിനിമയിലെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് നിർദ്ദേശം. പൃഥ്വിരാജ്, ആന്റണി പെരുമ്പാവൂർ, ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നിവരുടെ ഓഫീസുകളിൽ 2022 ഡിസംബർ 15 ആദായനികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നാണ് വിവരം. 3 ചിത്രങ്ങളിലെ പ്രതിഫലം സംബന്ധിച്ചാണ് വിശദീകരണം തേടിയിരിക്കുന്നത്. കടുവ, ജനഗണമന, ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്നാണ് ആദായനികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ചിത്രങ്ങളിൽ അഭിനേതാവെന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ല. എന്നാൽ സഹനിർമ്മാതാവ് എന്ന നിലയിൽ 40 കോടിയോളം രൂപ പൃഥ്വിരാജ് സ്വന്തമാക്കിയെന്നാണ് കണ്ടെത്തൽ. നിർമ്മാണ കമ്പനിയുടെ പേരിൽ പണം വാങ്ങിയതിൽ വ്യക്തത വരുത്തണമെന്ന് ആദായനികുതി വകുപ്പ് ആവശ്യപ്പെട്ടു. മാർച്ച് 29 കൊച്ചി ആദായനികുതി വകുപ്പ് ഓഫീസിൽ നിന്ന് പൃഥ്വിരാജിന് നോട്ടീസ് അയച്ചത്. വരുന്ന ഏപ്രിൽ 29 വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. അഭിനേതാവെന്ന നിലയിൽ പണം വാങ്ങുമ്പോൾ അതിന് നികുതി കൂടുതലാണ്. എന്നാൽ സഹനിർമ്മാതാവ് എന്ന നിലയിൽ പണം വാങ്ങുമ്പോൾ നികുതി താരതമ്യേന കുറവാണ്. 3 സിനിമകളിലായി 40 കോടിയോളം രൂപ പൃഥ്വിരാജിന് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് വിശദീകരണം തേടിയിരിക്കുന്നത്. വിശദീകരണം ചോദിച്ചിരിക്കുന്ന 3 സിനിമകളും 2022 പുറത്തിറങ്ങിയവയാണ്. ഈ ചിത്രങ്ങളിലെ വരുമാനവുമായി ബന്ധപ്പെട്ട് മുൻപും വിശദീകരണം തേടിയിട്ടുണ്ട് എന്നാണ് IT വകുപ്പിൽ നിന്നുള്ള വിശദീകരണം. മാർച്ചിൽ ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന്റെ ഭാഗമായാണ് വീണ്ടും ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയത് എന്ന് വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഇമെയിൽ വഴിയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. നേരിട്ടോ അല്ലാതെയോ മറുപടി നൽകാനാണ് നിർദ്ദേശം. നിലവിലെ പരിശോധന എമ്പുരാൻ എഫക്റ്റ് അല്ലെന്നും മുൻ ചിത്രങ്ങളിലെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് എന്നുമാണ് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം എമ്പുരാന്റെ സഹനിർമ്മാതാക്കളായ ഗോകുലം ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിൽ ഇഡി പരിശോധന നടത്തിയിരുന്നു. ഗോകുലം ഗോപാലിനെ ഇഡി ചോദ്യം ചെയ്യുകയാണ്. നീലാങ്കരയിലെ വീട്ടിലും നടത്തിയ പരിശോധനയിലെ കണ്ടെത്തലുകളുടെ തുടർച്ചയായാണ് ചോദ്യം ചെയ്യൽ എന്നാണ് സൂചന. ഇന്നലെ ഗോകുലം ഗോപാലിന്റെ മകൻ ബൈജു ഗോപാലിനിൽ നിന്ന് ഇഡി വിവരങ്ങൾ തേടിയിരുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 5ഇടങ്ങളിലായാണ് പരിശോധന നടന്നത്. കോഴിക്കോട്ടായിരുന്ന ഗോപാലിനെ ഇന്നലെ വൈകിട്ട് ചെന്നൈയിലേക്ക് വിളിപ്പിച്ച ഇഡി രാത്രിയും ചോദ്യം ചെയ്തിരുന്നു. 1000 കോടിയുടെ നിയമലംഘനം കേന്ദ്ര ഏജൻസി കണ്ടെത്തിയതായാണ് റിപ്പോർട്ടുകൾ. ഇന്നലെ പുലർച്ചെ 3 മണിയോടെയാണ് ചെന്നൈയിലും കോഴിക്കോട്ടുമടക്കം 5ഇടങ്ങളിൽ പരിശോധന തുടങ്ങിയത്. ചെന്നൈയിലെ ഓഫീസ്, വീട്, കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസ്, ഗോകുലം മാൾ എന്നിവിടങ്ങളിലെല്ലാം റെയ്ഡ് നടത്തിയിരുന്നു. PMLA ലംഘനം, വിദേശ നാണയ വിനിമയ ചട്ടങ്ങളുടെ ലംഘനം തുടങ്ങിയവയുടെ പേരിലാണ് ഇഡി പരിശോധന. ഏതാണ്ട് 1000 കോടിയോളം രൂപയുടെ കള്ളപ്പണ ഇടപാട് ഗോകുലം സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഗോകുലം ഗോപാലൻ ഡയറക്ടറായ കമ്പനികൾ മറ്റ് സ്ഥാപനങ്ങളിൽ നടത്തിയ നിക്ഷേപങ്ങളും അന്വേഷണ പരിധിയിലുണ്ട്. കോടികളുടെ വിദേശ സാമ്പത്തിക ഇടപാടുകളാണ് ഫെമ ചട്ടലംഘനമായി പരിശോധിക്കുന്നത്. 2017 ആദായനികുതി വകുപ്പും 2023 ഇഡിയും ഗോകുലം ഗോപാലിനെതിരെ അന്വേഷണം നടത്തിയിരുന്നു. എമ്പുരാന്റെ ഡെവലപ്മെന്റ് ശേഷമാണ് ഈ റെയ്ഡ്. അതുകൊണ്ട് എമ്പുരാനിലെ കൈകടത്തിയവരും അതിനകത്ത് പണമിട്ടവരും അതുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ ഒരു ശനി ദശയിലേക്ക് വരുന്നു. അതിൻ്റെ പ്രൊഡ്യൂസറായാലും ശരി, പ്രൊഡ്യൂസേഴ്സായാലും ശരി, അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയിരിക്കും ശരി, അതിലെ ഓരോ രംഗത്തിലും വന്നവർക്കൊക്കെ തീർച്ചയായിട്ടും എൻക്വയറിയുടെ ഭാഗമായി ഇഡിയെ ഫേസ് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഈ എമ്പുരാനിലേക്ക് അവസാന കാലഘട്ടത്തിൽ അതിന് സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നപ്പോഴായിരിക്കണം എന്തോ ഗോകുലം ഗോപാലിനും അതിനകത്ത് പങ്കാളിയായി. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ശനി ദശ ആരംഭിച്ചു എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഗോകുലത്തിൻ്റെ ബേസിക്കായിട്ട് അദ്ദേഹം ചിട്ടിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അത് ചെന്നൈയിലെ അദ്ദേഹത്തിൻ്റെ കോടമ്പക്കത്തുള്ള ധനകാര്യ സ്ഥാപനം, അവിടെയാണ് ചിട്ടി തുടങ്ങിയെന്ന് ഞാൻ കരുതുന്നത്. അവിടെ ഇഡി ചെന്ന് കയറിയിട്ടുണ്ട്. അതുപോലെ ഗോകുലം ഗോപാലിൻ്റെ ചെന്നൈയിലെ വീട്, അത് നീലാങ്കരയിലാണ് ആ വീട്. അവിടെ ഇഡി എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബിസിനസ് സ്ഥാപനങ്ങളൊന്നായ ഗ്രാൻഡ് കോർപ്പറേറ്റ് ഓഫീസ് കോഴിക്കോടിലും ഇഡി റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഗോകുലം മാള് കോഴിക്കോട്, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓഫീസുകളിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും മിക്കവാറും ഇഡി എത്തിക്കഴിഞ്ഞു. അവിടെ റെയ്ഡ് നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ കോർപ്പറേറ്റ് ഹൗസുകളിലുള്ള ആ റെയ്ഡിനകത്തൊക്കെ തിരിമറികൾ നടന്നിട്ടുണ്ടാവാം എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് ഇ ഡിയുടെ റെയ്ഡ് തുടങ്ങിയിരിക്കുന്നത്. കോടമ്പാക്കത്തെ അദ്ദേഹത്തിൻ്റെ
ആദ്യത്തെ ഒരു സ്ഥാപനം തന്നെയാണ് ചിറ്റ്സ് ആൻഡ് ഫിൻസ്. അവിടെയും റെയ്ഡ് നടത്തി. അദ്ദേഹത്തിൻ്റെ കോടമ്പക്കത്തെ പല ഏറ്റവും ഓൾഡസ്റ്റായ സ്ഥാപനങ്ങൾ മുതൽ അതിനുശേഷം അദ്ദേഹം കെട്ടിപ്പടുത്തിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ ഒരു റെയ്ഡ് നടക്കുന്നത്? അതിൻ്റെ തുടക്കം തീർച്ചയായിട്ടും എമ്പുരാനിലെ പണം മുടക്കിയത് തന്നെ. എമ്പുരാനിലെ പണം മുടക്ക് എന്ന് പറയുന്നത് അതൊരു വ്യവസായത്തിന് പറ്റിയ രീതിയിൽ ഉള്ള ഒരു കഥയോ തന്ത്രമോ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അല്ലാതെ തന്നെ ആൾക്കാരെ ആകർഷിച്ച് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു തട്ടിപ്പ് വേലയായിട്ട് മാത്രമേ തോന്നുന്നുള്ളൂ. കാരണം അതിനകത്തൊരു കഥാതന്തുവില്ല എന്നാണ് ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിനകത്ത് ചില അഭ്യാസങ്ങൾ ക്യാമറയിലും അതുപോലെ ഫോട്ടോഗ്രാഫിയിലും ഒക്കെ കാണിച്ച് അത് ഒരു തട്ടിപ്പ് മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സിനിമ ആയിട്ട് മാത്രമേ അതിനെ കണക്കാക്കാൻ കഴിയുള്ളൂ. ഞാനെന്തായാലും എമ്പുരാൻ കണ്ടില്ല, കാണാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതുപോലെ തന്നെ ഇതുപോലുള്ള ജിമ്മിക്സുകൾ പല സിനിമകളിൽ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതൊന്നും കാണാൻ യോഗ്യതയുള്ള സിനിമ അല്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഗോകുലം ഗോപാലനെ സമാധാനപരമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ധാരാളം പണം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ചിട്ടി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള പണം ഉണ്ടാക്കൽ. പക്ഷേ അതിൻ്റെ അടിസ്ഥാനപരമായ ആ ചിട്ടി വ്യവസായത്തെ തൊട്ട് പിന്നീടുണ്ടാക്കിയിരിക്കുന്ന എല്ലാ സൗദങ്ങളും എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും എല്ലായിടത്തും ED എത്തിക്കഴിഞ്ഞു. ഏതായാലും അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു കോഴിക്കോട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് എറണാകുളത്തെ EDയിലെ ഉദ്യോഗസ്ഥരാണ് ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യുന്നത്. ഇതിലേക്ക് യഥാർത്ഥത്തിൽ എത്ര പണം മുടക്കിയിട്ടുണ്ടെന്ന് ED കണ്ടെത്തും. കാരണം എമ്പുരാൻ സിനിമയ്ക്ക് അദ്ദേഹത്തിൻ്റെ മുതൽ മുടക്ക് എത്ര, എന്തുകൊണ്ടാണ് അവസാന നിമിഷത്തിൽ അദ്ദേഹം മുതൽ മുടക്കാൻ വന്നത്, ആരാണ് അദ്ദേഹത്തിന് ഇവിടെ കൊണ്ട് ചാടിച്ചത്, എന്തുകൊണ്ടാണ് അതിൽ കൂടുതൽ പണം മുടക്കാൻ പോയത്, അത് തനിക്ക് അതിനകത്ത് കൂടുതൽ പ്രോഫിറ്റ് എന്തെങ്കിലും ലഭിക്കും എന്ന് കരുതിയിട്ടാണോ, അതോ തൻ്റെ കള്ളപ്പണം ഉണ്ടെങ്കിൽ അത് വൈറ്റാക്കാനുള്ള ശ്രമമാണോ, അത് മറ്റാരുടെയെങ്കിലും കള്ളപ്പണങ്ങൾ വിദേശത്തുള്ളവരെയും മറ്റേ നാട്ടിലുള്ളവരെയും കൂടുതൽ കള്ളപ്പണങ്ങൾ വൈറ്റാക്കാനുള്ള ശ്രമമാണോ എന്നൊക്കെ ധാരാളം ചിന്തകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കാണാം. കേരളത്തിലെ പല വ്യവസായികൾക്കും വലിയ വളർച്ച നേടിയിട്ട് അവസാനം അത് മുഴുവൻ കടലാസിലായിരിക്കാം. കാരണം അങ്ങനെ വളർച്ച നേടി പലരും ഒളിവിപ്പോയതും പലരും തകർന്നതൊക്കെ നമുക്കറിയാം. പക്ഷേ ബിസിനസ് സ്ഥാപനങ്ങൾ പലരെയും നടന്നു പോകുന്നുണ്ടെങ്കിലും അവർ പലരും ഇന്ത്യ വിട്ട് വിദേശത്ത് പോയി പല രാജ്യങ്ങളിൽ അഭയം തേടി ധാരാളം സംഭവങ്ങൾ നമുക്കുണ്ട്. മാനമായിട്ട് ബിസിനസ് ചെയ്ത് കഷ്ടപ്പെട്ട് വളർന്നു വന്നൊരു വ്യക്തിയാണ് ഗോകുലം ഗോപാൽ എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ EDയുടെ ഒരു റെയ്ഡ് വരാൻ കാരണം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അത് ഈ എമ്പുരാൻ സിനിമയിൽ പണം മുടക്കിയിട്ടുണ്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഉണ്ടാകില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളിലും അത് വരവും ചിലവും കണക്കും ഒക്കെ കൃത്യമായിട്ട് കാണിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നുവരെ അദ്ദേഹം ചെറുപ്പത്തിൽ ഈ ബിസിനസ് തുടങ്ങിയപ്പോൾ മുതൽ ഇന്ന് വരെ പുരോഗതി മാത്രം ഉണ്ടായിരിക്കുന്നു. ചില ചാനലുകളും ചില സിനിമാ വ്യവസായങ്ങളിലൊക്കെ അദ്ദേഹം കൈവച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൈ പൊള്ളി എന്ന് ഇതുവരെ നമുക്ക് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് കൈ പൊള്ളുമോ ഇല്ലയോ എന്ന് ഒരു സംശയം. കാരണം എമ്പുരാനിലാണ് പണം മുടക്കിയിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അവസാന നിമിഷത്തിൽ അദ്ദേഹം പണം മുടക്കാൻ കാരണം, അത് എമ്പുരാനെ പ്രൊഡ്യൂസ് ചെയ്തവർക്ക് സാമ്പത്തികമായ വല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഗോകുലം പോലെയുള്ള ഒരാൾ ഒരു ധനാഢ്യനെ ഇതിനകത്ത് കൊണ്ടുവന്ന് അവസാന നിമിഷം ചേർത്തത്. അദ്ദേഹത്തിന് ചില മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. താൻ 200 കോടിയോ അല്ലെ 100 കോടിയോ മുടക്കിയാൽ അതിൻ്റെ ഇരട്ടി പണം കിട്ടും എന്നൊരു പ്രോമിസ് അവർ കൊടുത്തിട്ടുണ്ടാവും. ബിസിനസ്സുകാരന് അദ്ദേഹം അത് മനസ്സിലാക്കിയായിരിക്കും എടുത്ത് ചാടിയെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ അത് തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ചാട്ടമായിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴത്തെ റെയ്ഡ് അതാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ സോഴ്സുകൾ, അദ്ദേഹത്തിൻ്റെ പണം വരുന്നു ചേരുന്ന മാർഗങ്ങൾ അതെല്ലാം ഇപ്പം മനസ്സിലാക്കിയിട്ട് അതിലേക്ക് അദ്ദേഹം കൃത്യമായ GSTയോ അല്ലെങ്കിൽ സർക്കാരിന് കൊടുക്കേണ്ടതും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടതും ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ധാരാളം സോഷ്യൽ വർക്കുകൾ അദ്ദേഹം ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. വലിയ വ്യവസായികളെല്ലാവരും ശരി സോഷ്യൽ വർക്ക് ചെയ്യുന്ന നല്ലൊരു ശതമാനം ഇൻകം ടാക്സിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി വളരെയധികം സോഷ്യൽ വർക്ക് ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ പലർക്കും അത് പ്രയോജനപ്പെടുന്നുണ്ട്. പല ധനാഢ്യരും ഇതുപോലെ പണം കൊടുക്കുകയും വീട് വെച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ചികിത്സിക്കാൻ പണം കൊടുക്കുകയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇദ്ദേഹത്തിന് നമ്മൾ അടിസ്ഥാനപരമായി നമ്മുടെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അവിടുത്തെ ചില
ആണിക്കല്ലുകൾ ഇളകാൻ സാധ്യതയുള്ളതാണ് ഇതുപോലുള്ള സംരംഭങ്ങൾ എടുത്തു ചാടുമ്പോൾ ഉണ്ടാകുന്നതെന്ന് ഞാൻ കരുതുന്നു.